ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. വേറൊന്നല്ല, നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക് തന്നെയാണ്, പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നമ്മൾ ഇടയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയാറുണ്ടല്ലോ ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടാകും എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അതിന് ഷോർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ദർ ഈസ് ഉണ്ട്. ഒരു വസ്തുവിന്റെ കാര്യമാണ് പറയുന്നത്. ദർ ഈസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടെന്ന് എങ്ങനെ പറയാം അല്ലേ? മേശപ്പുറത്തൊരു പുസ്തകമുണ്ട്, ഒരു ഫോണുണ്ട്, ഒരു വാച്ച്, ഇങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ there is a book on the table. അപ്പം there is ഉണ്ട്, there is a book on the table, there is a phone on the table, there is a watch on the chair. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഉണ്ട് എന്നൊരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്, ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് there is. ഇനി അതിന്റെ പ്ലൂറൽ പറയുകയാണെങ്കിൽ there are അല്ലെ. അപ്പൊ പറയുകയാണെങ്കിൽ there are എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടെന്നാണ്, ഒന്നിലധികം സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ, ക്ലാസ്സിൽ പല വിദ്യാർത്ഥികളുമുണ്ട്, ക്ലാസ്സിൽ പല അധ്യാപകന്മാരുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ക്ലാസ്സിൽ പല വിദ്യാർത്ഥികളുമുണ്ട്. there are many students in the class, there are many students in the class. ഓക്കെ, ഇനി പറയാണ് ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ഇതിനാണ് there was എന്ന് യൂസ് ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസുകൾ നമ്മൾ പല രീതിയിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രമായിട്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തെടുത്തത് വീണ്ടും കൺഫ്യൂഷൻ വന്നിട്ടാണ്. ഓക്കെ, അപ്പൊ there was ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. there was a meeting yesterday, there was a meeting yesterday. ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇനി അത് പ്ലൂറലിലോട്ട് പറയുകയാണെങ്കിൽ, ഹോസ്പിറ്റലിൽ പല ആളുകളും ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പല ആളുകളും ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. there were many people at the hospital, there were many people at the hospital. ഹോസ്പിറ്റലിൽ പല ആളുകളും ഉണ്ടായിരുന്നു. ഓക്കെ, ഉണ്ടാകും എന്ന് പറയാറുണ്ട് അല്ലെ. ഉണ്ടാകും, അത് ഭാവി കാര്യമാണല്ലോ. അപ്പൊ നമ്മൾ എന്താ പറയാ, there will be, there will or there will be, ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നാളെ പരീക്ഷ ഉണ്ടാകും അല്ലേ, നാളെ മീറ്റിംഗ് ഉണ്ടാകും, നാളെ ക്ലാസ് ഉണ്ടാകും, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ നാളെ പരീക്ഷയുണ്ടാകും. there will be an exam tomorrow, there will be an exam tomorrow. ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, there is ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ പ്ലൂരല് there are. ഇനി there was ഉണ്ടായിരുന്നു, അതിന്റെ പ്ലൂരല് there were. there will be ഉണ്ടാകും. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഹാവോ ഹാസോ അല്ല യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് മാത്രം പഠിച്ചു വെക്കുക, ഇതുപോലെയുള്ള സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ വരുന്ന കുറച്ച് വാക്കുകളാണ് ദാറ്റ്സ് വൈ, ദാറ്റ്സ് വെൻ, ദാറ്റ്സ് വാട്ട്, അതുപോലെ ദാറ്റ്സ് ഹൗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അറിയാവോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വൈയും വേറും വാട്ടൊക്കെ നമ്മൾ എന്താണ്, എന്തുകൊണ്ട്, എവിടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അല്ലെ. എന്നാൽ അത് ദാറ്റ്സ് വാട്ട്, ദാറ്റ്സ് വൈ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മീനിങ് മാറുകയാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ദാറ്റ്സ് വൈ അതുകൊണ്ടാണ്, ദാറ്റ്സ് വാട്ട് അതാണ്, ഓക്കെ, ദാറ്റ്സ് വെൻ അപ്പോഴാണ്, ദാറ്റ്സ് ഹൗ അങ്ങനെയാണ്. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേർഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ദാറ്റ്സ് വൈ അതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ക്ഷീണിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉറങ്ങിയത്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ഞാൻ ക്ഷീണിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉറങ്ങിയത്. എങ്ങനെ പറയാ, ഞാൻ ക്ഷീണിച്ചിരുന്നു, ഐ വാസ് ടയേർഡ്, കഴിഞ്ഞ കാര്യമാണ്, ഐ വാസ് ടയേർഡ് അല്ലേ, ഞാൻ ക്ഷീണിച്ചിരുന്നു. ദാറ്റ്സ് വൈ ഐ സ്ലെപ്റ്റ് ഏർലി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉറങ്ങിയത്. ഇതുപോലെ എത്ര വാക്കുകൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടാവും. അതുകൊണ്ടാണ്, അതുപോലെ അതിനാലാണ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഓരോ നാട്ടിൽ ഓരോ ഭാഷയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ്, അതിനാലാണ്. ഇപ്പം ഇങ്ങനെ പറയാണ്, അവന് അസുഖമായിരുന്നു അതുകൊണ്ടാണ് അവൻ വരാത്തത് എന്ന് പറയാറുണ്ടല്ലോ. അവന് അസുഖമായിരുന്നു അതുകൊണ്ടാണ് അവൻ വരാത്തത്. എങ്ങനെ പറയാ, അവന് അസുഖമായിരുന്നു, he was sick, അവൻ അസുഖമായിരുന്നു, ദാറ്റ്സ് വൈ ഹി ഡിഡ്ന്റ് കം, അതുകൊണ്ടാണ് അവൻ വരാത്തത്. എന്നാൽ ഇത് ഉപയോഗിച്ച് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാത്തത്.
ഞാൻ ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാത്തത്. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് വെച്ച് ക്വസ്റ്റ്യൻ തരും എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമുക്ക് പഠിക്കാം. ഇതിന്റെ സ്ട്രക്ചറും കൂടി പറയാം. നമ്മൾ റീസൺ പറയാം, പ്ലസ് ദാറ്റ്സ് വൈ, അതിനുശേഷം റിസൾട്ട്, അതായത് ഇപ്പം എന്താണ് കാരണം, പ്ലസ് ദാറ്റ്സ് വൈ, പ്ലസ് ആ ഒരു സംഭവം അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇതാണ് ദാറ്റ്സ് വൈ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ദാറ്റ്സ് വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാണ്, അല്ലേ? എന്താണെന്നാണല്ലോ വാട്ടിന്റെ അർത്ഥം. അപ്പം ദാറ്റ്സ് വരുമ്പോൾ അതാണ്, അല്ലേ? ദാറ്റ്സ് വാട്ട്, അതാണ്. ഫോർ എക്സാമ്പിൾ, അതാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ദാറ്റ്സ് വാട്ട് ഐ സെഡ്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതാണ് എനിക്ക് വേണ്ടത്. അതാണ് എനിക്ക് വേണ്ടത്. എങ്ങനെ പറയും? അതാണ് എനിക്ക് വേണ്ടത്. അപ്പം അതാണ് ദാറ്റ്സ് വാട്ട്. എനിക്ക് വേണ്ടത് ഐ വോണ്ട്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ വോണ്ട്. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട്. എന്നാൽ അതാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെ ചോദിക്കും? അതാണ് ഞാൻ ചോദിച്ചത് എന്നെങ്ങനെ പറയും? നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടാ. ശ്രമിച്ചു നോക്കുക, കിട്ടും, ഉറപ്പാണ്, മസ്റ്റാണ്. ഓക്കെ, ഇനി ദാറ്റ്സ് വെൻ. വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എന്നാണല്ലോ. അപ്പോൾ ദാറ്റ്സ് വെൻ എന്നാകുമ്പം അപ്പോൾ എന്നാകും. എങ്ങനെ പറയും? ഫോർ എക്സാമ്പിൾ, ദാറ്റ്സ് വെൻ അപ്പോഴാണെന്നാകും, അല്ലെ? വെന്ന് എപ്പോൾ, അപ്പോൾ അത് ദാറ്റ്സ് വെൻ ആവുമ്പം അപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. അപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്, അല്ലെ? എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പറയാണ് അപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. ദാറ്റ്സ് വെൻ ഐ മെറ്റ് ഹിം. ദാറ്റ്സ് വെൻ ഐ മെറ്റ് ഹിം. അപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. ഓക്കെ, അപ്പോഴാണ് ക്ലാസ് തുടങ്ങിയത്. അപ്പോഴാണ് ക്ലാസ് തുടങ്ങിയത്. ദാറ്റ്സ് വെൻ ദ ക്ലാസ് സ്റ്റാർട്ട്. ദാറ്റ്സ് വെൻ ദ ക്ലാസ് സ്റ്റാർട്ടഡ്. അപ്പോഴാണ് ക്ലാസ് തുടങ്ങിയത്. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്, അപ്പോഴാണ് അവൾ എന്നെ വിളിച്ചത്. അപ്പോഴാണ് അവൾ എന്നെ വിളിച്ചത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ, അപ്പോഴാണ് അവൾ എന്നെ വിളിച്ചത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ 3 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അപ്പോഴാണ് ഞാനത് അറിഞ്ഞത് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോഴാണ് ഞാനത് അറിഞ്ഞത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പോ 3 ക്വസ്റ്റ്യൻ ആയി. നെക്സ്റ്റ്, ദാറ്റ്സ് വേർ. ദാറ്റ്സ് വേർ എന്താണ്? വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നാണല്ലോ. ദാറ്റ്സ് വേർ എന്ന് പറയുമ്പോൾ അവിടെയാണ്. ഫോർ എക്സാമ്പിൾ, അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്, അല്ലേ? അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. അവിടെയാണ് എൻ്റെ അനിയത്തി. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് നമ്മൾ പറയാറുള്ളത്. വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിരിക്കും. അപ്പൊ അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ദാറ്റ്സ് വേർ ഐ വർക്ക്. ദാറ്റ്സ് വേർ ഐ വർക്ക്. ഓക്കെ, അവിടെയാണ് ഞങ്ങൾ കണ്ടത്, അല്ലെ? എന്തോ ഒരു സംഭവം അവിടെയാണ് ഞങ്ങൾ കണ്ടത്. ദാറ്റ്സ് വേർ വി മെറ്റ്. ദാറ്റ്സ് വേർ വി മെറ്റ്, അതായത് അവിടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എന്നുള്ളൊരു മീനിങ് ആണ് ദാറ്റ്സ് വേർ വി മെറ്റ്. ദാറ്റ്സ് വേർ വി മെറ്റ്. എന്നാൽ അവിടെയാണ് എൻ്റെ വീട്. ഇത് പറയാത്ത ഒരു വ്യക്തി ഉണ്ടായില്ലല്ലോ. അവിടെയാണ് എൻ്റെ വീട്, അവിടെയാണ് എൻ്റെ സ്കൂൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അവിടെയാണ് എൻ്റെ വീട് എന്നെങ്ങനെ പറയും? ഇനി നിങ്ങളുടേതായിട്ടുള്ള സെന്റൻസ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ അങ്ങനെ പറയാം കേട്ടോ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ മൊത്തം 4 സെന്റൻസ് ആയി, അല്ലേ? ഇനി ദാറ്റ്സ് ഹൗ എന്നുണ്ട് കേട്ടോ. ദാറ്റ്സ് ഹൗ. ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്നാണ്. ദാറ്റ്സ് ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണ് എന്നാണ്. അപ്പൊ ഈ അങ്ങനെയാണെന്ന് പറയുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അങ്ങനെയാണ് ഞാൻ വന്നത്, അല്ലേ? അപ്പം കുറേ വഴികളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നതെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ സക്സസ് ആയത്, ഇങ്ങനൊരു മാറ്റർ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരു സെന്റൻസ് ദാറ്റ്സ് ഹൗ യൂസ് ചെയ്തിട്ട് പറയുക. അതിൽ ഒരു സെന്റൻസ് ഞാൻ പറയുന്നില്ല. ദാറ്റ്സ് ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അത് യൂസ് ചെയ്തൊരു സെന്റൻസ്, അതാണ് നെക്സ്റ്റ് വർക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ദ ഈസ്, ദർ ആർ, ദ വാസ്, ദ വർ, ദ വിൽ ബി. ഓക്കെ, ഇത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കുക. അതിനുശേഷം ദാറ്റ്സ് വൈ, ദാറ്റ്സ് വാട്ട്, ദാറ്റ്സ് വേർ, ദാറ്റ്സ് വെൻ, ദാറ്റ്സ് ഹൗ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലുള്ള സെന്റൻസുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്നത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുക. അതായത് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലേക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഞാൻ തന്ന സെന്റൻസുകളെല്ലാം കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
ഒരുപാട് പേര് ഇതിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നമ്മൾ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്കുള്ള ക്വസ്റ്റ്യൻസും സെന്റൻസുകളും നിങ്ങൾക്ക് നമ്മുടെ കമന്റിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.